വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കേന്ദ്ര സർക്കാരിന്റെയും തൊഴിൽ വകുപ്പിന്റെയും അംഗീകാരമുള്ള 2 വർഷ കാലയളവിൽ NCVT കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സിവിൽ ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ ട്രെയിനിങ്ങുകളിലേക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ലഭിക്കാനും ഏറെ ഉപകാരപ്രദമായ NCVT സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാം. എല്ലാ കോഴ്സുകളിലേക്കും പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. അഭ്യസ്ത വിദ്യരായ ആയിരക്കണക്കിന് പരിശീലകരെ നാടിന് സമ്മാനിച്ച കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം പഴയന്നൂർ. ഫോൺ 9447373741 9400095147. പുലാക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മേൽക്കൂര നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കട്ടിളനാട്ടൽ ചടങ്ങ് നടന്നു. നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ചരിത്ര പ്രസിദ്ധമായ പുലാക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സുഗമമായ ദർശന സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി അമ്പലമുറ്റത്തും പ്രദക്ഷിണ വേദിയിലും വെയിലും മഴയും ഏൽക്കാത്ത വിധത്തിൽ മേൽക്കൂര നിർമ്മിക്കുന്നതിനുള്ള കട്ടിളനാട്ടൽ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ അരങ്ങേറിയത്. ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ ആശ്രമം മണ്ണമ്പറ്റ ശ്രീകൃഷ്ണപുരത്തെ വിഷ്ണു ശർമ്മ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുതിർത്തി കോട്ടപ്പുറം ഉള്ള സ്ഥലത്ത് ഉണ്ടായിരുന്നതാണ്. ഇവിടെ വന്നിട്ട് ഏകദേശം 250 വർഷം ആയി കാണണം, അത്രയും പഴക്കമുണ്ട്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇവിടെ കൈപ്പോയൊക്കെ തുടങ്ങി വെച്ച് വളരെ നന്നായി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്മിറ്റി ആണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാം നടത്തണത്. പിരിവെടുത്തിട്ടും ഓരോരുത്തർ സഹായിക്കലൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അറിവ് വെച്ച് ഞാൻ ഇവിടുത്തെ 4ാമത്തെ പൂജാരിയാണ്. ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ അപ്പത്ത്, സെക്രട്ടറി അനിൽകുമാർ പുലാക്കോട്, ട്രഷറർ രാമനുണ്ണി താമറ്റൂർ, രക്ഷാധികാരി രാമനാരായണൻ നായർ കാഞ്ഞുള്ളി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ലഭിച്ചു വരുന്നതായി പ്രദേശവാസികളിൽ ഒരാൾ അറിയിച്ചു. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യും. ഞങ്ങൾക്ക് പറ്റുന്ന പോലെയുള്ള സഹായങ്ങളൊക്കെ ഇവിടെ ചെയ്യും. അതിനൊക്കെ ഞങ്ങൾ 2 നേരം വന്നിട്ട് ഒക്കെ ചെയ്യും. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമായും ഭംഗിയായും പുരോഗമിക്കുകയാണെന്ന് ക്ഷേത്രം സെക്രട്ടറി അനിൽകുമാർ പുലാക്കോട് പറഞ്ഞു. ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ദർശനാനുഭവം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മേൽക്കൂര നിർമ്മാണം നടപ്പാക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ പുരാതനമായ ഒരു മുരുക കോവിലാണത്. വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വള്ളി ദേവയാനി സമേതനായിട്ടുള്ള മുരുകനാണ് നിലവിൽ ഇവിടുത്തെ പ്രതിഷ്ഠ. വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ദേവതകൾ ഒരുമിച്ച് അല്ലെങ്കിൽ 2 ഭാര്യാസമേതമായിട്ട് ഇരിക്കുന്ന മുരുകൻ ഉള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ കുറവാണ്. അതിൽ തൃശ്ശൂർ ജില്ലയിൽ വിശേഷാൽ എടുത്തു പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ 1-2 ക്ഷേത്രങ്ങളിൽ പെടുന്ന ക്ഷേത്രമാണ് നമ്മുടെ പുലാക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇന്നിപ്പോൾ നടന്ന ചടങ്ങ് എന്തായിരുന്നു? ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ മേൽക്കൂര സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉത്തരവിപ്പ് ചടങ്ങാണ് ഇന്നിവിടെ കഴിഞ്ഞത്. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടുത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഭക്തജനങ്ങളുടെ സഹായങ്ങളും കൊണ്ട് ഓരോന്നോരോന്ന് മുന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളും ഇല്ലാതെ. അതോടൊപ്പം തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ മുമ്പാകാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു ഡ്രസ് വർക്കാണ്. ആ ഡ്രസ് വർക്കിന് ഏതാണ്ട് 4 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വർക്ക് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്താണ്. ഇന്നാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മുൻവശത്തെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് പണിത് മതിലൊക്കെ കെട്ടി അതിന് വേറൊരു പ്ലാനും കൂടി ഒരു എസ്റ്റിമേറ്റ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട്.